ജ്വല്ലറിയിൽ പോയി സ്വർണമോ വെള്ളിയോ വാങ്ങാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഇപ്പോൾ തുടരുന്ന സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾക്ക് വലിയ ആശങ്ക തന്നെയാണ്. ഒരു തരി പൊന്നെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന പിങ്ക് പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണ്ണാഭരണങ്ങൾ പിങ്ക് പേപ്പറിൽ പൊതിയുന്നത് എന്തിനെന്ന് അറിയാമോ? മലയാളികൾക്ക് സ്വർണത്തോട് എന്നും പ്രിയമാണ്. വജ്രം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളുണ്ടെങ്കിലും മലയാളികൾക്ക് എന്നും പ്രിയം ഈ മഞ്ഞലോഹമാണ്. വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോഴും മഞ്ഞലോഹത്തെ കൈവിടാൻ ആരും ഒരുക്കമല്ല. വെറും ആഭരണം എന്നതിനപ്പുറം ഭാവിയിൽ മികച്ച ലാഭം തരാൻ കഴിയുന്ന നിക്ഷേപം കൂടിയാണ് ഇന്ന് സ്വർണം. എന്നാൽ ആ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോഴത്തെ വില കുറച്ച് ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. വില ഇനിയും കൂടുമെന്ന പ്രവചനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ലക്ഷം രൂപ പവനായാലും ഇനി അതിൽ അതിശയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നും 2 തവണയാണ് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ലക്ഷം കടന്ന് മുന്നോട്ട് കുതിക്കുന്നത് തുടരുകയാണ്. ഇന്ന് സ്വർണം വാങ്ങുക എന്നത് ചില്ലറ കാര്യമല്ല. എങ്കിലും ഒരു തരി പൊന്നെങ്കിലും ജ്വല്ലറിയിൽ പോയി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാടുണ്ട്. അത്തരത്തിൽ സ്വർണമോ വെള്ളിയോ ജ്വല്ലറിയിൽ പോയി വാങ്ങാത്തവരും വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതെങ്കിലും കണ്ടിട്ടുണ്ടാകും. പരമ്പരാഗത രീതികൾ ഇപ്പോഴും ആരും മറക്കാനിടയില്ല. അതിലൊന്നു തന്നെയാണ് പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ സ്വർണം നമുക്ക് ലഭിക്കുന്നത്. സാധാരണയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ ശേഷമായിരിക്കും ജ്വല്ലറികളിൽ നിന്നും സ്വർണം നമുക്ക് കിട്ടുന്നത്. പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ സ്വർണം ബോക്സിലാക്കിയാണ് നൽകുക. വളകൾ, മോതിരങ്ങൾ, പാദസരങ്ങൾ, ചെറിയ മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഈ പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ് ബോക്സിലാക്കി, പേഴ്സിലാക്കി നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ വലിയ വലിയ ഷോറൂമുകളിലൊന്നും ഇത്തരത്തിലുള്ള രീതി കണ്ടുവരില്ല. മുമ്പ് രാജ്യമെമ്പാടുമുള്ള ജ്വല്ലറികൾ സ്വർണം, വെള്ളി ആഭരണങ്ങൾ പൊതിയുന്നത് പിങ്ക് കടലാസിലായിരുന്നു. എന്തുകൊണ്ടാണ് ആഭരണങ്ങൾ ഇങ്ങനെ പിങ്ക് പേപ്പറിൽ പൊതിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ പേപ്പറുകളിൽ ആസിഡും രാസവസ്തുക്കളും അടങ്ങിയിരിക്കും. അതുമാത്രമല്ല, അത്തരത്തിൽ പൊതിഞ്ഞാൽ ഓക്സിഡേഷനോ ഈർപ്പമോ മൂലം ആഭരണങ്ങളുടെ തിളക്കം കാലക്രമേണ കുറയാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ പിങ്ക് പേപ്പർ ആസിഡ് ഫ്രീയും കെമിക്കൽ ഫ്രീയുമാണ്. അതിനാൽ തന്നെ ആഭരണങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിലെത്തി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നു തന്നെയാണ് ഈ പിങ്ക് പേപ്പർ കൊണ്ടുള്ള പൊതിയൽ രീതി. ഈർപ്പത്തിന് പുറമെ പൊടികളിൽ നിന്നും ആഭരണത്തെ സംരക്ഷിക്കും. കൂടാതെ പിങ്ക് നിറം സ്വർണത്തിന്റെയും വെള്ളിയുടെ തിളക്കം വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് മറ്റൊരു കാര്യം. ഈ പിങ്ക് പേപ്പറിൽ വെക്കുമ്പോൾ ഏതൊരു ആഭരണവും കൂടുതൽ തിളക്കമുള്ളതായി തോന്നും. എന്നാൽ മറ്റു നിറങ്ങളിൽ ഈ തിളക്കം തോന്നിപ്പിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആകർഷണം തോന്നിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. കൂടാതെ പിങ്ക് കടലാസിന് വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഇതൊരു ടിഷ്യൂ പേപ്പർ പോലെയാണ്. ആയതിനാൽ ആഭരണങ്ങൾ ഉരസി പോറലുണ്ടാകാനുള്ള സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആകർഷണം തോന്നിക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചവട തന്ത്രം കൂടിയാണ് ഈ പിങ്ക് പേപ്പർ ഉപയോഗിക്കുന്നത്. ഒരാശങ്കയും വേണ്ട ഈ പിങ്ക് പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. എന്നാൽ ഇപ്പോൾ വലിയ ബ്രാൻഡഡ് ഷോപ്പുകളിലൊന്നും ഇത് കാണാറില്ല. പകരം ബ്രാൻഡഡ് ബോക്സുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്നാൽ പിങ്ക് പേപ്പറിന്റെ ആവശ്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇന്നും ചില ചെറുകിട ആഭരണശാലകളിൽ ഈ ശീലം തുടർന്നു വരുന്നുണ്ട്. ചില ഉപഭോക്താക്കൾക്ക് ഇത് വളരെ താല്പര്യമുള്ള കാര്യം കൂടിയാണ്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.